ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റമളാൻ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അതിനു പിന്നാലെ വരുന്ന ഈദുൽ ഫിത്തർ ആഘോഷം പൊടിപൊടിക്കാനിരിക്കുകയാണ് രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന പ്രവാസി സമൂഹം. UAE-യിലുടനീളമുള്ള നൂറുകണക്കിന് പള്ളികളിലും തുറന്ന പ്രാർത്ഥനാ മൈതാനങ്ങൾ അഥവാ ഈദ്ഗാഹുകളിലും അതിരാവിലെ ഈദുൽ ഫിത്തർ സ്പെഷ്യൽ പ്രാർത്ഥനകൾ നടക്കും. ഷവ്വാൽ മാസപ്പിറവി കണ്ടോ എന്ന് നിർണയിക്കാൻ വൈകുന്നേരം UAE-യിലെ ചന്ദ്രക്കല സമിതി മഗ്രിബ് പ്രാർത്ഥനകൾക്ക് ശേഷം യോഗം ചേരും. മാർച്ച് 30 ഞായറാഴ്ചയോ മാർച്ച് 31 തിങ്കളാഴ്ചയോ എപ്പോഴാണ് ഈദ് എന്ന് സമിതി പ്രഖ്യാപിക്കും. ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈദുൽ ഫിത്തർ പ്രാർത്ഥനകൾ 7 എമിറേറ്റുകളിലും നടക്കും. രാവിലെ 6:15-നും 6:30-നും ഇടയിലുള്ള സമയങ്ങളിലാണ് UAE-യിൽ പ്രാർത്ഥനകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർച്ചയായ 2ാം വർഷവും UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനും അൽമനാർ ഇസ്ലാമിക് സെന്ററിനുമായി മലയാള ഭാഷയിൽ 2ഉം തമിഴ്, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിലായി ഓരോന്നും ഉൾപ്പെടെ മൊത്തം 5 ഈദ്ഗാഹുകൾ നടത്തുവാൻ അനുമതി ലഭിച്ചതായി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിലെ ഈദ്ഗാഹിന് മൗലവി അബ്ദുസലാം മോങ്ങവും ഖിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാടും നേതൃത്വം നൽകും. പെരുന്നാൾ ദിനത്തിൽ രാവിലെ 6:20-ന് ഈദ് നമസ്കാരവും തുടർന്ന് മലയാളത്തിൽ ഈദ് പ്രഭാഷണവും നടക്കും. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാവുന്ന തീരുമാനവുമായി അധികൃതർ. അപൂർവമല്ലാത്തതും പകരം കുവൈറ്റ് ജീവനക്കാർ ലഭ്യമായതുമായ സർക്കാർ ജോലികൾ ചെയ്യുന്ന വിദേശ തൊഴിലാളികളെ ഉടൻ പിരിച്ചുവിടാനാണ് തീരുമാനം. ഇതുപ്രകാരം അവരുമായുള്ള തൊഴിൽ കരാർ ഈ മാസം കഴിഞ്ഞാൽ പുതുക്കില്ല. പുതിയ നയം എല്ലാ സർക്കാർ ഏജൻസികളും നടപ്പിലാക്കണമെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കുവൈറ്റ് അധികൃതർ. സർക്കാർ ജോലികളിൽ നിന്നും വിദേശികളെ ഒഴിവാക്കി അവ സ്വദേശികൾക്ക് നൽകണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എങ്കിലും പല കാരണങ്ങളാൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു. ദീർഘകാല അനുഭവങ്ങളുള്ള പ്രവാസി ജീവനക്കാരെ ഒഴിവാക്കുന്നത് ചില തൊഴിൽ മേഖലകളെ പ്രതികൂലമായി ബാധിക്കും എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാലാണിത്. എന്നാൽ ഇനി ആ രീതി തുടരേണ്ടതില്ലെന്നും പകരം സ്വദേശി ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ലാത്തവ ഒഴികെയുള്ള എല്ലാ ജോലികളിലും സ്വദേശികൾക്ക് മാത്രം നിയമനം നൽകണമെന്നുമാണ് പുതിയ നിർദ്ദേശം. സ്വദേശികൾ തൊഴിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് കുവൈറ്റൈസേഷൻ എന്ന പേരിൽ നടപ്പിലാക്കി വരുന്ന തൊഴിൽ നയത്തിന്റെ ഭാഗമായി നേരത്തെ ഘട്ടം ഘട്ടമായി പ്രവാസികളെ ഒഴിവാക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തൊഴിൽ വിഭാഗത്തിനും നിർദ്ദിഷ്ട കുവൈറ്റ് വൽക്കരണ നിരക്കുകൾ നിശ്ചയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് ജോലി സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനും മറുവശത്ത് തൊഴിൽ വിപണിയിൽ കുവൈറ്റുകളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഘട്ടം ഘട്ടമായുള്ള സ്വദേശിവൽക്കരണ നയം അധികൃതർ നടപ്പിലാക്കി വരുന്നത്. പുതിയ തീരുമാനത്തോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾക്ക് ഈ മാസം കഴിയുന്നതോടെ തൊഴിൽ നഷ്ടമാകും. സമ്പൂർണ്ണ കുവൈറ്റൈസേഷൻ നടപ്പിലാക്കാൻ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട തൊഴിൽ ഗ്രൂപ്പുകളെയും മൊത്തം ജീവനക്കാരിൽ 70% മുതൽ 98% വരെ സ്വദേശികളെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന തൊഴിലുകളിലുമാണ് പുതിയ കരാർ അവസാനിപ്പിക്കൽ നയം ഉടൻ പ്രാബല്യത്തിൽ വരിക എന്നും സ്രോതസ്സുകൾ വെളിപ്പെടുത്തി. ആദ്യ വിഭാഗത്തിൽ വിവരസാങ്കേതികവിദ്യ, സമുദ്രമേഖല, കല, മാധ്യമം, പബ്ലിക് റിലേഷൻസ്, ഭരണവികസനം, സ്ഥിതിവിവര കണക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഫോറൻസിക് തെളിവുകൾ, രക്ഷാപ്രവർത്തനം, സാമൂഹിക വിദ്യാഭ്യാസ, കായിക സേവനങ്ങൾ, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ധനകാര്യം, സാമ്പത്തിക ശാസ്ത്രം, വാണിജ്യം, നിയമം, രാഷ്ട്രീയം, ഇസ്ലാമിക കാര്യങ്ങൾ, കരകൗശലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുക. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ 4.9 ദശലക്ഷം ജനസംഖ്യയിൽ നിലവിൽ 3.3 ദശലക്ഷം വിദേശികളാണ്. കുവൈറ്റ് പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദേശ ജീവനക്കാരെ മാറ്റി സ്ഥാപിക്കുന്നതിനും രാജ്യത്തെ ജനസംഖ്യ സന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. UAE-യിൽ ദിർഹത്തിന് പുതിയ ചിഹ്നം അവതരിപ്പിച്ചു. ഇംഗ്ലീഷ് അക്ഷരം ഡിയിൽ രൂപപ്പെടുത്തിയതാണ് ചിഹ്നം. ഡിയുടെ മധ്യത്തിലായി 2 വരകളുമുണ്ട്. UAE പതാകയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഡിയുടെ മധ്യത്തിലെ വരകൾ. ഇനി രാജ്യാന്തര തലത്തിൽ ഈ ചിഹ്നം ദിർഹത്തെ പ്രതിനിധീകരിക്കും. ഡിജിറ്റൽ ദിർഹം ചിഹ്നത്തിൽ ഡിക്ക് ചുറ്റും വലിയ വൃത്തം കൂടിയുണ്ട്. UAE പതാകയുടെ നിറമാണ് ഡിജിറ്റൽ ചിഹ്നത്തിന്.
1973 മെയ്യിലാണ് UAE ദിർഹം ഔദ്യോഗിക കറൻസിയായത്. ലോക സാമ്പത്തിക രംഗത്ത് UAE അടയാളപ്പെടുത്തുന്ന പേരായി പിന്നീട് ദിർഹം മാറുകയായിരുന്നു. UAE സെൻട്രൽ ബാങ്ക് രാജ്യാന്തര നാണയ വിനിമയ കമ്മിറ്റി FX ഗ്ലോബൽ കോഡിന്റെ ഭാഗമായതോടെയാണ് ദിർഹത്തിന് സ്വന്തം ചിഹ്നം ആവശ്യമായി വന്നത്. അറബ് മേഖലയിൽ നിന്നും FX ഗ്ലോബൽ കോഡിന്റെ ഭാഗമാകുന്ന ആദ്യ രാജ്യമാണ് UAE. ഈ വർഷം അവസാനത്തോടെ ദിർഹം ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വരും. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 500-ലധികം ഇന്ത്യക്കാരെ UAE വിട്ടയക്കും. റമദാൻ മാസത്തിൽ ഇവർക്ക് UAE പ്രസിഡന്റ് മാപ്പ് നൽകി. തടവുകാരുടെ സാമ്പത്തികപരമായ ബാധ്യതകളും സർക്കാർ ഏറ്റെടുത്തു. സാമ്പത്തിക ബാധ്യതയില്ലാതെ കുടുംബത്തിൽ എത്താനും പുതിയ ജീവിതം തുടങ്ങാനുമാണിത്. തടവുകാരുടെ മോചനത്തിനു വേണ്ട നടപടികൾ ആരംഭിച്ചതായി ദുബായ് അറ്റോർണി ജനറൽ ചാൻസലർ എസാം ഇസ അൽ ഹുമൈദാൻ അറിയിച്ചു. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 630 തടവുകാർക്ക് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ മാപ്പ് നൽകി. രാജകീയ മാപ്പിൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചവരും ശിക്ഷയുടെ ഒരു ഭാഗം പൂർത്തിയാക്കിയവരും ഇതര ശിക്ഷയ്ക്ക് കീഴിലുള്ള നിരവധി വ്യക്തികളും ഉൾപ്പെടുന്നു. ജയിലിൽ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകാനും ബഹ്റൈന്റെ സമഗ്ര വികസനത്തിൽ ഇവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രാജകീയ തീരുമാനം. ഖത്തറിൽ താമസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും 2025 മാർച്ച് 29 റമദാൻ 29 ഹിജ്റ 1446 ശനിയാഴ്ച വൈകുന്നേരം ഷവാൽ മാസപ്പിറവി നിരീക്ഷിക്കണമെന്നും മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ക്രസന്റ് സൈറ്റിംഗ് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. മാസപ്പിറവി കാണുന്നവർ ഔക്കാഫിന്റെ ദഫ്നയിലെ വെസ്റ്റ് ബേ ടവേഴ്സ് ഏരിയയിലെ ഹെഡ് ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന ക്രസന്റ് സൈറ്റിംഗ് കമ്മിറ്റി മുമ്പാകെ നേരിൽ പോയി ബോധ്യപ്പെടുത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. അടുത്തിടെ പാസാക്കിയ UAE-യിലെ പുതിയ ട്രാഫിക് നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കീശ കാലിയാകാതിരിക്കാൻ പിഴകളെ സംബന്ധിച്ചും നിയമങ്ങളെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് വളരെ അനിവാര്യമാണ്. പുതുക്കിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നു. ഡ്രൈവിംഗ് പ്രായം കുറച്ചു. UAE-യിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള പ്രായം 17 വയസ്സാക്കി കുറച്ചു. ഇത് കൗമാരക്കാർക്കിടയിൽ വലിയ തിരയിളക്കത്തിന് കാരണമായിരുന്നു. ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങൾ UAE-യിലെ പുതിയ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ 31 പ്രകാരം ഇനി പറയുന്ന കേസുകളിൽ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാൻ അധികാരികൾക്ക് സാധിക്കും. മരണത്തിനോ പരിക്കിനോ കാരണമാകുന്നത്, ഗുരുതരമായ സ്വത്ത് നാശം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ, തിരിച്ചറിയൽ രേഖ നൽകൽ വിസമ്മതിക്കൽ തുടങ്ങിയ കാരണങ്ങളിലാണ്. അംഗീകൃതമല്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ. അംഗീകൃതമല്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് UAE-യിൽ വാഹനമോടിച്ചാൽ ഇനി പറയുന്ന പിഴകൾ ലഭിക്കും. ആദ്യമായി കുറ്റം ചെയ്താൽ 2000 ദിർഹം മുതൽ 10,000 ദിർഹം വരെയായിരിക്കും പിഴ. കുറ്റം ആവർത്തിച്ചാൽ കുറഞ്ഞത് 3 മാസം തടവും കൂടാതെ 5,000 മുതൽ 50,000 ദിർഹം വരെ പിഴയും ലഭിക്കും. പോലീസിന് വിശദാംശങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആർട്ടിക്കിൾ 41 പ്രകാരം പോലീസിന് പേര്, വിലാസം എന്നിവ നൽകാൻ വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 മാസം വരെ തടവോ 10,000 മുതൽ 20,000 ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും.